നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് 2 യൂണിറ്റ് ആയിരുന്നു. അതായത് റിവ്യൂ C++ പ്രോഗ്രാമിങ്ങും ആരെയും നമ്മൾ കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ C++ൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുണ്ട്, കുറച്ചൊക്കെ കോൺഫിഡൻസ് ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറ്റുമെന്ന് ഒരു ഇതായിട്ടുണ്ട് അല്ലേ, പ്രോഗ്രാമിംഗ് ചെയ്യാമെന്നായിട്ടുണ്ട്. സോ നമ്മൾ അടുത്തൊരു സ്റ്റെപ്പും കൂടെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ആണ്. ചാപ്റ്റർ 3 ഫങ്ഷൻസ്. അതായത് നമ്മുടെ സിലബസിലെ കുറേയധികം ക്വസ്റ്റ്യൻസ് കവർ ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് ഫങ്ഷൻസ്. ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഈ ഫങ്ഷൻസിനെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ചെറിയൊരു ഒരു 1.2 പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഫങ്ഷൻസ്? അപ്പോൾ കുറേ പേരൊക്കെ ആൻസർ പറയുന്നുണ്ടാവും. ഫങ്ഷൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നുണ്ടാവും അല്ലേ. ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ് ആണ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പോയിന്റ് നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ. അതായത് ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയേഴ്സ്, ഒരു കാറ്റഗറി ഓഫ് ഐഡൻറ്റിഫയേഴ്സ് ആണ് ഫങ്ഷൻസ്. നമ്മൾ ഈ ഫങ്ഷൻസിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്തത്. ഇപ്പം നമ്മുടെ ഒരൊറ്റ പോയിന്റേ ഉള്ളൂ, ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയർ ആണ് ഫങ്ഷൻ എന്നൊറ്റ പോയിന്റ് നമുക്ക് അറിയുള്ളൂ അല്ലേ. നമ്മൾ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൽ ഫങ്ഷൻ എന്താണ്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഏതൊരു സ്കെനേരിയോയിലാണ് ഫങ്ഷൻസിൻ്റെ ഉപയോഗം വരുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഫങ്ഷൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കേണ്ടതാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണ് എന്നറിയണം. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ്. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്? നിങ്ങൾക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രോബ്ലം നിങ്ങളുടെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ നിങ്ങളത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക? പലർക്കും പല മെത്തേഡ്സ് ഉണ്ടായിരിക്കും അല്ലേ. ചിലരെന്ത് ചെയ്യും, ആ പ്രോബ്ലത്തിനെ ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ അങ്ങ് സോൾവ് ചെയ്യും അല്ലേ. ചിലർ അങ്ങനെയാണ് സോൾവ് ചെയ്യുക. ചിലരെന്താ ചെയ്യുക, ദാറ്റ് പ്രോബ്ലം ഈസ് ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോളർ പാർട്സ് ആൻഡ് ഈച്ച് സ്മോളർ പാർട്സ് ആർ സോൾവ്ഡ് സെപ്പറേറ്റ്ലി. ചിലരുടെ മെത്തേഡ് അങ്ങനെയായിരിക്കും അല്ലേ. അതായത് എന്താ ചെയ്യും, ആ ഒരു ലാർജ് പ്രോബ്ലത്തിനെ ആദ്യം തന്നെ സ്പ്ലിറ്റ് ചെയ്ത് ചെറിയ പ്രോബ്ലംസ് ആക്കും. ദെൻ ഓരോ ചെറിയ പ്രോബ്ലംസും സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യും അല്ലേ. ആദ്യത്തെ അപ്രോച്ചാണോ സെക്കൻഡ് അപ്രോച്ചാണോ കുറച്ചും കൂടെ ഈസിയർ ആയിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ ഈസി? ഓഫ് കോഴ്സ് സെക്കൻഡ് അപ്രോച്ച് ആണ് അല്ലേ. ഫസ്റ്റ് അപ്രോച്ചിൽ എന്താണ്, ഒരൊറ്റ സിംഗിൾ സ്റ്റെപ്പിൽ ദാറ്റ് പ്രോബ്ലം സോൾവ് ചെയ്യുക ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, കോംപ്ലിക്കേഷൻ കൂടുകയാണ്. ആ സോൾവ് ചെയ്യുന്ന ആൾക്ക് കുറച്ചും കൂടെ ടീഡിയസ് ആകുകയാണ്. അങ്ങനെ അത് കൺഫ്യൂഷൻ ആക്കും, കോംപ്ലിക്കേഷൻസ് ആക്കും, പിന്നെ ആകെ അവരുടെ മൈൻഡ് സെറ്റൊക്കെ ആകെ ഒരു പ്രോബ്ലം ആക്കും അല്ലേ. എന്നാൽ അതിന് പകരം ആ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. ഒരു ഹ്യൂജ് പ്രോബ്ലം, ആ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, സബ് പ്രോബ്ലംസ് ആക്കി. ഈ സബ് പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും വരിക, കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഈ ഒരു സെക്കൻഡ് അപ്രോച്ചിനെ ബേസ് ചെയ്തുകൊണ്ടാണ് മോഡുലാർ പ്രോഗ്രാമിംഗ് പറയുന്നത്. മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is the splitting of a large problem into smaller sub problems. Okay, so നമുക്ക് നോക്കാം. The entire problem will be divided into small sub problems. Okay, we have a huge problem that is splitted up into smaller sub problems. ഒരു ഹ്യൂജ് പ്രോബ്ലം ഉണ്ടായിരിക്കും, അതിനെ നമ്മൾ എന്താക്കുന്നു, സ്മോളർ സബ് പ്രോബ്ലംസ് ആക്കുന്നു. Then that sub-problems are solved by separate programs. That sub-problems are solved by separate programs. Okay. ഇനി നല്ലൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ സ്കൂളിൽ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, ദെൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാനായിട്ട് നമ്മുടെ കോമേഴ്സ് സ്റ്റുഡൻസിനെ, സെക്കൻഡ് ഇയർ കോമേഴ്സ് സ്റ്റുഡൻസിനെ കമ്പ്യൂട്ടറൈസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? അപ്പം നിങ്ങളിൽ ഒരാളെയാണ് ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് വിചാരിക്കുക. ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു 1-2 കുട്ടികളെ ഒരു കുട്ടിയെ തന്നെ ഏൽപ്പിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, ആ സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റീസും അതിൻ്റെ ഹെഡേക്കും ഒക്കെ ആ ഒരു പ്രത്യേക സ്റ്റുഡൻറ്റിൽ മാത്രമായിരിക്കും അല്ലേ. അതാണ് നമ്മൾ നേരത്തെ കണ്ട പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് അപ്രോച്ച്. ഒരു സിംഗിൾ സ്റ്റെപ്പിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും, അത് അത്ര കണ്ട് എഫക്റ്റീവ് ആവില്ല. കാരണം എന്താണ്, ഇവിടെ സിംഗിൾ പേഴ്സൻ്റെ മേലാണ് എല്ലാ റെസ്പോൺസിബിലിറ്റിയും വരുന്നത് അല്ലേ. അപ്പോൾ അത് സൊല്യൂഷൻ അല്ല. അപ്പോൾ എന്താണ്, അതൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അല്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മളിവിടെ ഈ ഫസ്റ്റ് അപ്രോച്ചിന് പകരം സെക്കൻഡ് അപ്രോച്ച് നമ്മൾ ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ്, നമ്മളൊരു സോഫ്റ്റ്വെയർ ടീമിനെ ജനറേറ്റ് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് നമ്മൾ ജനറേറ്റ് ചെയ്തു. ഓക്കെ,
അത് നമ്മുടെ പ്രോബ്ലം, അതായത് വെബ്സൈറ്റ് ക്രിയേഷൻ എന്ന പ്രോബ്ലത്തിനെ നമ്മൾ സ്മോളർ സബ് പ്രോബ്ലംസ് ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതായത് ഒരു സ്കൂളിന് വേണ്ടി വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്കൂളിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്, മനസ്സിൽ പല പോയിന്റുകൾ നിങ്ങൾ പറയുന്നുണ്ടാവും അല്ലേ. ഞാനതിൽ ചില പോയിന്റുകൾ പറയാം. ഓഫ് കോഴ്സ് അക്കാദമിക്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് അത് നിർബന്ധമാണ് അല്ലേ. അപ്പോൾ സ്റ്റുഡൻറ് മാനേജ്മെൻറ്റ് നിങ്ങളെ ഇങ്ങനെ മാനേജ് ചെയ്യണം. നിങ്ങൾക്ക് എത്ര ബാച്ചുകളുണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ട്, ഏതൊക്കെ സബ്ജക്ട്സ് നിങ്ങൾ പഠിക്കണം, ദെൻ നിങ്ങളുടെ അറ്റൻഡൻസ്. സോ അക്കാദമിക്സ് എന്ന് പറയുന്നതാണ് ഒരു സബ് പ്രോബ്ലം. ഓക്കെ, ഞാൻ കാണിക്കാം. സ്കൂൾ എന്ന് പറഞ്ഞൊരു ഹ്യൂജ് പ്രോബ്ലത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സെഷനാണ് അക്കാദമിക്സ് എന്ന് പറഞ്ഞൊരു സെഷൻ ഉണ്ട് അല്ലേ. സെക്കൻഡ് സെഷനാണ് ഫാക്കൽറ്റീസ്. ഞാനെല്ലാം ഷോർട്ട് ഫോമാണ് എഴുതുന്നത്. ഫാക്കൽറ്റീസ് അതായത് സ്കൂളുമായി ബന്ധപ്പെട്ട് വരുന്ന ഫാക്കൽറ്റീസ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് ഫാക്കൽറ്റീസിനെ മാനേജ് ചെയ്യണം അല്ലേ. എത്ര ഫാക്കൽറ്റീസ് ആവശ്യമുണ്ട്, അവരുടെ പേറോള്, ഇതെന്താണ് അവരുടെ പേറോള്, അതുപോലെ അവരുടെ ലീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കമ്പോണൻ്റ് ആണിത് ഇൻഫ്രാസ്ട്രക്ചർ. സോ നോക്കൂ, ഒരു സ്കൂൾ എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വി ക്യാൻ ക്രിയേറ്റ് മെനി സബ് പ്രോബ്ലംസ്. അപ്പോൾ ഒരു സ്കൂളിന് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും അല്ലേ. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്യണു, ആ ഒരു ഹ്യൂജ് പ്രോബ്ലത്തിനെ വി ആർ ഡിവൈഡഡ് ഇൻ ടു മെനി സബ് പ്രോബ്ലംസ്. ഓരോ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. സോ ദിസ് ഈസ് എ ഫസ്റ്റ് സബ് പ്രോബ്ലം, ദിസ് ഈസ് സെക്കൻഡ് സബ് പ്രോബ്ലം ആൻഡ് ദിസ് ഈസ് തേർഡ് സബ് പ്രോബ്ലം. ഇത് തേർഡ് സബ് പ്രോബ്ലം ആണ്. ഓക്കെ, ദെൻ ദീസ് സബ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ പ്രോഗ്രാംസ്. സബ് പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ പ്രോഗ്രാംസ്. ഓരോ സബ് പ്രോബ്ലത്തിനെയും സോൾവ് ചെയ്യാനായിട്ട് വി ഹാവ് പ്രോഗ്രാംസ്. ഇത്തരം പ്രോഗ്രാംസിനെ പറയുന്ന പേരാണ് സബ് പ്രോഗ്രാംസ്. കൺഫ്യൂഷൻ ആകരുത്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് എ പ്രോബ്ലം that is divided as many sub problems and these sub problems are solved by sub programs. Okay, these sub programs are also known as modules. അപ്പോൾ നോക്കൂ, സബ് പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, സബ് പ്രോഗ്രാംസ് ഉണ്ട്. ഈ സബ് പ്രോഗ്രാംസിന്റെ വേറൊരു പേരാണ് മൊഡ്യൂൾസ്. ഇനി മൊഡ്യൂൾസിന് വേറൊരു പേരും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങളോട് ചോദ്യം, സബ് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് എന്തുണ്ട്, വി ഹാവ് സബ് പ്രോഗ്രാംസ്. വിച്ച് ആർ ദ അതർ നെയിംസ് ഓഫ് സബ് പ്രോഗ്രാംസ്, ദാറ്റ് ആർ മൊഡ്യൂൾസ് ആൻഡ് ഫങ്ഷൻസ്. ക്ലിയർ ആയോ? ദാറ്റ് ഈസ് നമുക്കൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, നമ്മളിപ്പോൾ റിയൽ ലൈഫിലും അത് തന്നെ ചെയ്യാം അല്ലേ. ഒരു കോംപ്ലിക്കേറ്റഡ് ആയ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഫസ്റ്റ് ഓഫ് ഓൾ ആ പ്രോബ്ലം നമ്മളൊന്ന് അനലൈസ് ചെയ്യും. ആ പ്രോബ്ലം എന്താണ്, അത് ഏത് അപ്രോച്ച് നമ്മൾ എടുക്കണം, ഏതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അനലൈസ് ചെയ്യും അല്ലേ. ആസ് വെൽ ആസ് നമ്മൾ എന്ത് ചെയ്യണം, വി ആർ അനലൈസിങ് ദ പ്രോബ്ലം, ദെൻ വി ആർ സ്പ്ലിറ്റിംഗ് അപ്പ് ദ പ്രോബ്ലം ഇൻ ടു സ്മോളർ സബ് പ്രോബ്ലംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. Then these sub problems are solved separately. ഈ സബ് പ്രോബ്ലംസ് എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യുന്നു. അതെന്താ സെപ്പറേറ്റ് സോൾവ് ചെയ്യുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കൂളിൻ്റെ വെബ്സൈറ്റിനെ ആലോചിക്കാം. ഇവിടെ അക്കാദമിക്സ് എന്ന് പറഞ്ഞൊരു സബ് പ്രോബ്ലം ഉണ്ട്, ഫാക്കൽറ്റി എന്ന് പറഞ്ഞൊരു സബ് പ്രോബ്ലം ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ എന്നൊരു സബ് പ്രോബ്ലം ഉണ്ട് അല്ലേ. ഈ സബ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട്, ഞാൻ അക്കാദമിക്സ് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഓക്കെ, ഫാക്കൽറ്റീസ്, അതായത് നമ്മുടെ സ്കൂളിലെ ഫാക്കൽറ്റീസിനെ ആഡ് ചെയ്യാനും ഫാക്കൽറ്റീസിനെ ഏതൊക്കെ സബ്ജക്റ്റ് വെച്ച് ആഡ് ചെയ്യാനും ഒക്കെ ആയിട്ട് എന്താണ് ഫാക്കൽറ്റി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ജനറേറ്റ് ചെയ്യാനായിട്ട് ഞാൻ അടുത്ത ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് വേറൊരു ഗ്രൂപ്പ്. ഇതുപോലെ എത്ര സബ് പ്രോഗ്രാംസ് ഉണ്ടോ അതൊക്കെ ചെയ്യാനായിട്ട് വേറെ ഗ്രൂപ്പുകൾ ഏൽപ്പിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണ്, അക്കാദമിക്സ് എന്ന് പറഞ്ഞ സബ് പ്രോബ്ലം ചെയ്യുന്ന കുട്ടിക്ക് ഫാക്കൽറ്റീസിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. അത് വേറൊരു ഗ്രൂപ്പ് തന്നെ കൈകാര്യം ചെയ്തോളും. അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് ചെയ്യാനായിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഓരോ ഗ്രൂപ്പും അവർക്ക് ഡിഫൈൻ ചെയ്ത് കൊടുത്ത വർക്കിൽ അവർ കൂടുതൽ ഫോക്കസ്ഡ് ആകുന്നു. അത് എറർ ഫ്രീ ആയിട്ട് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഓക്കെ,
ഇത് മൂന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലേ. അക്കാദമിക്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മൊഡ്യൂൾ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഫാക്കൽറ്റീസിൽ നിന്ന് ഒരു പ്രോഗ്രാമിൻ്റെ റിസൾട്ടോ ഒന്നും നമുക്ക് ആവശ്യമില്ല. മൂന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ സോ മോഡുലാർ പ്രോഗ്രാമിംഗ് അഥവാ മോഡുലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ചോദിക്കാറുണ്ട് കേട്ടോ പരീക്ഷയ്ക്ക്. എക്സ്പ്ലെയിൻ അബൌട്ട് മോഡുലൈസേഷൻ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കണം. വി ആർ splitting a large problem into sub problems, that is known as modularization, and each sub problem is solved by sub programs. These sub programs are also known as functions or modules. മനസ്സിലാലോചിക്കുക. We have a huge problem that is split up into smaller sub problems. That sub problems are solved by sub programs, and these subprograms are known as modules and functions. ഈ ഇത്രയും പോയിന്റുകൾ നിങ്ങളുടെ ഡെഫിനിഷനകത്ത് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതോടെ നമുക്കൊരു നല്ല ഡെഫിനിഷൻ കാണാം. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാംസ് ഇൻ ടു സ്മോളർ സബ് പ്രോഗ്രാംസ് ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പ്ലെയിൻ അബൌട്ട് മോഡുലറൈസേഷൻ, വാട്ട് ആർ ഇറ്റ്സ് ബെനിഫിറ്റ്സ്, വാട്ട് ഈസ് ഇറ്റ്സ് ഡ്രോബാക്ക് ചോദിക്കാറുണ്ട്. സബ് പ്രോഗ്രാംസ് നമുക്ക് ഫങ്ഷൻസ് എന്ന് പറയാമെന്ന് പറഞ്ഞു അല്ലേ. അതാണ് നെക്സ്റ്റ് സ്ലൈഡ്. Next comes merits of modular programming. Modular programming ന്റെ മെറിറ്റുകളാണ് നമുക്ക് കാണേണ്ടത്. By means of modular programming, we can reduce the size of the program. First merit ആണ്, we have to reduce the size of the program. നമുക്ക് പ്രോഗ്രാമിന്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, അക്കാദമിക്സ് മാനേജ് ചെയ്യുന്ന സ്റ്റുഡൻറ് ഗ്രൂപ്പിന് ഒരിക്കലും ഫാക്കൽറ്റീസിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചറിനെ എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദ പ്രോഗ്രാം. സെക്കൻഡ് പോയിന്റ് ഈസ് വി ഹാവ് ലെസ് ചാൻസ് ഓഫ് എറർ ഒക്കറൻസ്. അതായത് എറർ ഫ്രീ ആയിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ദ തേർഡ് ഈസ് ബൈ മീൻസ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് വി ക്യാൻ റെഡ്യൂസ് ദ പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി. കുറച്ചും കൂടെ സിമ്പിളായിട്ട് അല്ലെങ്കിൽ ഈസിയസ്റ്റ് ആയിട്ട് എറർ ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ദ ഫോർത്ത് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് വി ക്യാൻ ഇംപ്രൂവ് റീയൂസബിലിറ്റി. നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? റീയൂസബിലിറ്റി കൊണ്ടുവരാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് അറിയാമല്ലേ റീയൂസബിലിറ്റി എന്താണെന്ന് അറിയാം. ഈ വേസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ടേം കൂടുതൽ യൂസ് ചെയ്തിരുന്നു. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നു അല്ലേ. ദാറ്റ് ഈസ് ഒരു കോഡ് നമ്മൾ ഒരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഒരു കോഡ് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ, ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ക്വയർ റൂട്ട് കാണാനുള്ള ഒരു പ്രോഗ്രാം ഞാനൊരു സോഫ്റ്റ്വെയറിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തെന്ന് വയ്ക്കാം. എനിക്ക് ആ പ്രോഗ്രാമിൽ പല സമയത്തും സ്ക്വയർ റൂട്ട് കാണേണ്ടി വരും അല്ലേ. അപ്പോഴൊക്കെ എനിക്ക് വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാം കോഡ് എഴുതേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? ആദ്യം എഴുതിയ ആ പ്രോഗ്രാം എനിക്ക് ഉപയോഗിക്കാം അല്ലേ. എനിക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് റീയൂസബിലിറ്റി. So these four are the merits of modular programming. കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ച, അതായത് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, what do you mean by modularization and what is its merits and demerits? Okay, first of all we can reduce the size of the program, and second is less chance of error, and third we can reduce programming complexity, and the fourth is we can improve reusability. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു മെറിറ്റ്സ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വി ഹാവ് ഡിമെറിറ്റ്സ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പോലെ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും മെറിറ്റ് ഉള്ള പോലെ തന്നെ ഡിമെറിറ്റും ഉണ്ടായിരിക്കും അല്ലേ. ഡ്രോബാക്സ് ഉണ്ട്. എന്താണ് മോഡുലൈസേഷൻ്റെ ഡ്രോബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഇഷ്യൂ ആകും. പ്രോപ്പറായിട്ട് ബ്രേക്കിംഗ് ഡൗൺ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഇഷ്യൂ ആകും. അതായത് കൃത്യമായി നമുക്കിവിടെ പ്രോബ്ലത്തിനെ സബ് പ്രോബ്ലംസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. ആ സ്പ്ലിറ്റപ്പ് പ്ലാനിങ് ഇല്ലാതെ, പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെയാണ് നമ്മൾ സ്പ്ലിറ്റപ്പ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. അത് നമ്മുടെ ഡെവലപ്മെൻറ്റിനെ വളരെയധികം ബാധിക്കും. സോ പ്രോപ്പർ ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ദ പ്രോബ്ലം ഈസ് എ ചലഞ്ചിങ് ടാസ്ക്. പ്രോപ്പർ പ്ലാനിങ് ഇല്ലാതെ ആ സ്പ്ലിറ്റിങ്, ഇപ്പോൾ പല സമയത്തും മോഡുലൈസേഷൻ പരാജയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പ്ലിറ്റ് ചെയ്യുന്നത്, ആ സ്പ്ലിറ്റിങ് പെർഫെക്റ്റ് അല്ല എങ്കിൽ അവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ഈ മോഡുലൈസേഷൻ്റെ നമ്മൾ മുകളിൽ എടുക്കുന്ന അഡ്വാൻറ്റേജസ് ഒന്നും നമുക്ക് കിട്ടില്ല. സോ സ്പ്ലിറ്റപ്പ് അത് പെർഫെക്റ്റ് പ്ലാനോട് കൂടെ വേണം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വേറൊരു പോയിന്റാണ്, ഈച്ച് സബ് പ്രോബ്ലംസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. ഓരോ സബ് പ്രോബ്ലംസും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. അക്കാദമിക് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ദാറ്റ് ഈസ് പ്യുവർലി ഇൻഡിപെൻഡൻറ്റ് ടു
ഇൻഫ്രാസ്ട്രക്ചറും അക്കാദമിക്കുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാൻ പാടില്ല. അതായത് അക്കാദമിക് എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നിന്ന് എന്തെങ്കിലും ഔട്ട്പുട്ടോ മറ്റോ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞ മൊഡ്യൂള് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇത് മൂന്നും സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്, പാരലൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ, അതായത് ഒന്നിൻ്റെ ഇൻപുട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ മറ്റൊരു മൊഡ്യൂൾ വർക്ക് ചെയ്യാവൂ എന്നുള്ള ഒരു സ്കെനേറിയ പാടില്ല. മൂന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പം നമ്മൾ എപ്പോഴും മോഡുലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണിത്. ഈ സബ് പ്രോബ്ലംസ് മസ്റ്റ് ബി ഇൻഡിപെൻഡൻറ്റ്. ഓരോ സബ് പ്രോബ്ലംസും നമുക്ക് എന്തായിട്ട് വേണം? ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണം. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ഫങ്ഷൻസ് ഇൻ C++ലെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ജസ്റ്റ് ഒരു 2-3 ടേംസ് ഞാനിവിടെ പരിചയപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഇൻട്രൊഡക്ഷൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എല്ലാം കൊടുത്ത് ഈ ഒരു ലെസൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസനാണ്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ. അല്ല എങ്കിൽ എന്തായിരിക്കും, നമുക്ക് ഈ ലെസൺ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ അതൊരു പ്രശ്നം നമുക്ക് വരില്ല, കാരണം നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ദർ ഇസ് നോ ഇഷ്യൂ. ഓക്കെ, ഫങ്ഷൻസ് ഇൻ C++. വാട്ട് ഈസ് ഫങ്ഷൻസ്? ഇപ്പം നിങ്ങൾക്ക് 2 പോയിന്റ് കിട്ടിയല്ലേ. ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഇസ് എ ടൈപ്പ് ഓഫ് ഐഡൻറ്റിഫയർ, നമ്മൾ ആദ്യമേ പഠിച്ച പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്? ഫങ്ഷൻസ് ആർ ഓൾസോ നോൺ ആസ് മൊഡ്യൂൾസ്. ഫങ്ഷൻസിന് നമുക്ക് മൊഡ്യൂൾസ് എന്ന് പറയാം അല്ലേ. പുതിയൊരു ഡെഫിനിഷൻ കൂടെ പഠിപ്പിക്കുകയാണ് കേട്ടോ. ഫങ്ഷൻസ് ആർ നെയിംഡ് യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. എല്ലാവരുടെ കയ്യിലും ബുക്കും പെന്നും ഉണ്ടായിരിക്കും വീഡിയോ കാണുമ്പോൾ. അപ്പം നിങ്ങളത് എഴുതിയെടുക്കണം. ഫങ്ഷൻസ് ആർ named unit of programming language to perform a task. എന്താ പറഞ്ഞേ? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അത് നമ്മൾ പേര് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണ്? ഒരു പേരുള്ള സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് that are used to perform a specific task, that is functions. ഓക്കെ, നമുക്കിവിടെ ഡെയിലി ലൈഫിൽ കാണുന്ന ഒരു എക്സാമ്പിൾ കാണാം. അതായത് ഇവിടെ നമുക്കിപ്പോൾ നിങ്ങൾക്ക് ആ സ്ലൈഡിൽ കാണാം അല്ലേ, അവിടെ കോഫി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ കാണുന്നുണ്ട് ഇല്ലേ. റൈറ്റ് സൈഡ് വിട്ടേക്കൂ, ലെഫ്റ്റ് സൈഡ് നോക്കൂ. കോഫി ഉണ്ടാക്കുന്ന ഒരു മെഷീൻ അവിടെ കാണുന്നുണ്ട് അല്ലേ. അവിടെ നമുക്കൊരു കോഫി ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഇൻപുട്ടുകളാണ് നമുക്ക് ആവശ്യമുള്ളത്? എല്ലാവർക്കും അറിയാം അല്ലേ. കോഫിയൊക്കെ നമ്മൾ എല്ലാവരും ഉണ്ടാക്കിക്കുന്നതാണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുടിക്കുകയും ചെയ്തതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെ വേണം? വാട്ടർ വേണം, മിൽക്ക് വേണം, ഷുഗർ വേണം, കോഫി പൗഡർ വേണം. ദീസ് ആർ ദ ഇൻപുട്സ് ടു ദാറ്റ് മെഷീൻ അല്ലേ. ഈ മെഷീനിലേക്കുള്ള ഇൻപുട്സ് ആണ് ഈ കണ്ടതൊക്കെ അല്ലേ. ദെൻ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എന്താണ്? ഈ ഇൻപുട്സ് ഒക്കെ നമ്മൾ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ മെഷീനിൽ വെച്ചത് പ്രോസസ്സ് ചെയ്ത് കോഫിയായി കപ്പ് ഓഫ് കോഫി അല്ലെ. ഈ കോഫി എന്ത് ചെയ്യുന്നു? ഈ കപ്പിൽ സ്റ്റോർ ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, ഹിയർ വാട്ട് ആർ ഇൻപുട്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഏതൊക്കെ പറയാം? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ദീസ് ആർ ഇൻപുട്സ്. ഇത്രയാണ് ഇൻപുട്സ് അല്ലേ. ദെൻ റിസൾട്ട് എന്താണ്? കോഫി. ഓക്കെ, അപ്പം നമ്മൾ ഇതുപോലെ നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കൂ. ഹിയർ വി ക്യാൻ സി ഒരു ബ്ലോക്കിൽ ആഡ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഹിയർ ആഡ് മീൻസ് എ ഫംഗ്ഷൻ നെയിം. അതായത് ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്താണ്? that is named unit of a programming language to perform a task. ഒരു പ്രത്യേക അഡീഷൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്കത് എങ്ങനെ എഴുതാം, അതെങ്ങനെയാണ് C++ ലാംഗ്വേജിൽ എഴുതേണ്ടത്, ഇതൊക്കെ നമുക്ക് പഠിക്കണം. അതിന് മുമ്പ് മനസ്സിലാക്കി വെക്കുക എന്താണ്? ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാനായി യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെയാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അഡീഷന് വേണ്ടിയിട്ട് ഒരു ഫംഗ്ഷൻ എഴുതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഡ് എന്ന പേരിൽ ഒരു ഫംഗ്ഷൻ എഴുതിക്കുക ചെയ്തിരിക്കുന്നത്. അവിടെ ഞാൻ ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇൻപുട്ടുകൾ എന്താണ്? 3, 5, 2, 6 എന്ന് പറഞ്ഞ ഇൻപുട്ടുകൾ കൊടുത്തിരിക്കുന്നു. ദെൻ ഈ ഫംഗ്ഷനിലേക്ക് ഇൻപുട്ടുകൾ വരുന്നു. അതിനുശേഷം എന്താണ്? ഫംഗ്ഷനകത്ത് വെച്ചിട്ട് അഡീഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നു. ആഫ്റ്റർ അഡീഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഗെറ്റ് എ റിസൾട്ട് അല്ലേ. ഈ റിസൾട്ട് കിട്ടുന്നു. ദാറ്റ് റിസൾട്ട് ഈസ് സ്റ്റോർഡ് ഓൺ ദ വേരിയബിൾ സി. റിസൾട്ട് എവിടെ എന്ത് ചെയ്തു? സി എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുക ചെയ്തത്. ഒരു കപ്പിൽ കോഫി സ്റ്റോർ ചെയ്യുന്ന പോലെ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ എന്ത് ചെയ്യുന്നു? സി എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ ഇൻ ദിസ് ബോത്ത് സ്കെനേരിയോസ് നമുക്ക് കാണാം ഇൻപുട്ടും ഉണ്ട് ഔട്ട്പുട്ടും കാണാം അല്ലേ. ഓക്കെ, സോ നമുക്ക് നോക്കാം ഈ ഇൻപുട്സിന് എന്തെങ്കിലും പേര് പറയേണ്ടതുണ്ടോ ഫങ്ഷൻസിൽ. അപ്പം നമുക്ക് നോക്കേണ്ടത് ഫങ്ഷൻസിലെ ഇൻപുട്സിന് പറയുന്ന പേര് എന്താണെന്ന് നോക്കേണ്ടത്. അത് 2 തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം. ദാറ്റ് ഈസ് ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്.
ഫങ്ഷൻസിന്റെ കൊടുക്കുന്ന പേരിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസിന്റെ ഇൻപുട്ടിനെ പറയുന്ന പേരാണ് ഫങ്ഷൻസിന്റെ ഇൻപുട്ടിനെ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്സ് അഥവാ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷനിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടിനെ പറയുന്ന പേരാണ് ആർഗ്യുമെന്റ്സ് ഓർ പാരാമീറ്റേഴ്സ്. ഫസ്റ്റ് കോഫിയുടെ കേസിൽ ഏതൊക്കെയാണ് ആർഗ്യുമെന്റ് വരുന്നത് അല്ലെങ്കിൽ പാരാമീറ്റർ വരുന്നത്? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ആഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലോ 3, 5, 2, 6. These are the arguments or parameters. Okay. ഇനി ആർഗ്യുമെന്റ്സ് ഫംഗ്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ പ്രോസസ്സിംഗ് നടക്കുന്നു. Then we can get a result. അല്ലേ? That result is known as return value. റിസൾട്ടിനെ പറയുന്ന പേരാണ് എന്ത്? റിട്ടേൺ വാല്യൂ. ഹിയർ വാട്ട് ഈസ് റിസൾട്ട്? ഈ കോഫിയുടെ കേസിൽ കോഫിയാണ് റിസൾട്ട് അല്ലേ? ഹിയർ റിട്ടേൺ വാല്യൂ ഈസ് കോഫി. ഓക്കെ, ഇവിടെ റിട്ടേൺ വാല്യൂ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്? സി എന്ന് പറഞ്ഞ വേരിയബിളിലാണ് സ്റ്റോർ ചെയ്തത്. റിട്ടേൺ ആ റിസൾട്ട് സി എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു. സോ സി ഈസ് ട്രീറ്റഡ് ആസ് റിട്ടേൺ വാല്യൂ. ഹിയർ കോഫി ഈസ് ട്രീറ്റഡ് ആസ് റിട്ടേൺ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻട്രൊഡക്ഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ പോയിന്റ്സ്. വാട്ട് ഡു യു മീൻ ബൈ മോഡുലൈസേഷൻ? What is its merits? What is its demerits? Then which are arguments or parameters? Which is return values? ഇത്ര കാര്യങ്ങൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.